ഗൈസ്, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ ഞാനും വാവച്ചി അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളും മൊബൈൽ ഫോണും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, അല്ലേ? വാവച്ചി മൊബൈൽ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടോ വാവച്ചി മൊബൈൽ യൂസ് ചെയ്യാത്ത? കണ്ണു പോകും. പിന്നെ വേറെ എന്തൊക്കെ പ്രശ്നം വരും മൊബൈൽ യൂസ് ചെയ്താ? എന്ത് ബുദ്ധിമുട്ട് വരും നമുക്ക്? നമ്മുടെ ബ്രെയിന് ബുദ്ധിമുട്ടൊക്കെ വരത്തില്ലേ? അതുകൊണ്ട് നമ്മള് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലേ? വലുതാകുമ്പോ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അല്ലേ? ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വലുതാകുമ്പോ, അല്ലേ? അതെ. അപ്പം കുട്ടികളും മൊബൈൽ ഫോണും കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം കേട്ടോ ഇനി. അപ്പൊ ആദ്യം തന്നെ മൊബൈൽ ഫോൺ നമ്മള് പിള്ളേർക്ക് കൊടുക്കാണ്ടിരിക്കാൻ തന്നെ ശ്രമിക്കണം. ഞാനുണ്ടല്ലോ, വാവച്ചി ഉണ്ടായപ്പോ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരിക്കലും വാവച്ചിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല എന്നെ മനസ്സിൽ നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇതുവരെ അങ്ങനെ ഞാൻ മൊബൈൽ കൊടുത്തിട്ടില്ല. ഫുഡ് കഴിക്കാൻ നേരത്ത് മൊബൈൽ കാണിച്ചിട്ടില്ല. അതേപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും തിരക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ വാവച്ചി അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, പക്ഷെ അത് കൊടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലേ? അതെ, വാവച്ചി പറഞ്ഞ പോലെ കണ്ണും പിന്നെ ബ്രെയിനുള്ള ഫംഗ്ഷനൊക്കെ അധികം വർക്ക് ആവത്തില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് മൊബൈൽ അധികം യൂസ് ചെയ്തിട്ടില്ല. അതെ, പേരൻസ് തിരക്കാണ്. അപ്പൊ പിള്ളേരെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊബൈൽ കൊടുക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരത്തെ നമ്മൾ മൊബൈൽ കൊടുക്കും. നമ്മൾ ഭയങ്കര തിരക്കാകുമ്പോൾ അവിടെ കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കാൻ കൊടുക്കും. അതിനൊക്കെയാണ് നമ്മളൊന്ന് മൊബൈൽ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്നത്. അപ്പം ആ മൊബൈൽ ഫോൺ കൊടുക്കുന്നതിന് പകരം വേറെ എന്തൊക്കെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആവശ്യക്ക് വേണ്ടി കുറച്ച് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ, കുറെ ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം മൊബൈൽ ഫോണിന് പകരം നമുക്ക് ആ സമയത്ത് കുറച്ച് ബുക്സ് ഒക്കെ ഇവരെ പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് ബുക്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോ പടങ്ങൾ കണ്ടുകൊണ്ട് അവരിയ്ക്കും. നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ പിന്നെ നമുക്ക് സ്കെച്ച് കൊടുക്കാം, കളറിങ് കൊടുക്കാം, അവർ കളർ ചെയ്തോളും. അങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റി ബുക്സ് ഉണ്ട്. അപ്പോൾ അതെ, ആക്ടിവിറ്റി ബുക്സ് ഉണ്ട്. അവർ കളർ ചെയ്യും, പടങ്ങൾ നോക്കി പഠിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ബുക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോണിന് പകരം നമുക്ക് ബുക്സ് കൊടുത്ത് നമ്മൾ അവരെ പഠിപ്പിക്കാം. ഇപ്പോഴേ നമ്മൾ ബുക്സ് കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ഒരു ശീലമായി മാറിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോറി ബുക്സ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ വാവച്ചിനെ കിച്ചണിൽ കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് കുക്കിംഗ് ചെയ്യുമ്പം ഞാൻ വാവച്ചോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്താണ് കുക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വാവച്ചി അവിടെ ഇരുന്ന് ഭയങ്കര സംസാരമായിരിക്കും. അപ്പോൾ എനിക്കും കുക്കിംഗ് ചെയ്യും, വാവച്ചിക്കും അവിടെ ബോറടിക്കുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണത്? അപ്പൊ നമ്മൾ അതേപോലെ എന്തോ വെച്ചത് പെയിന്റിങ് ഇഷ്ടമാണോ? ആണോ? അതേപോലെ വാവച്ചി ഞാൻ ക്ലീൻ ചെയ്യും. ഇപ്പൊ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ ചൂലെടുത്ത് അവിടെ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ വാവച്ചിക്ക് ഒരു ചെറിയ ചൂല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വാവച്ചി അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തോളും. അപ്പൊ അതൊക്കെ വാവച്ചിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. വാവച്ചിക്ക് അത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് വാവച്ചി അവിടെ ചെയ്തോണ്ടിരുന്നോളൂ. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണ്ട, മൊബൈൽ ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതെ, അപ്പം ഒരു പ്രാവശ്യം നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തു എന്ന് വെച്ചാൽ പിന്നെ നമ്മളത് ശീലമായി, അത് പിന്നെ പിള്ളേർക്ക് അഡിക്റ്റ് ആകും. പിന്നെ അത് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് പകരം നമ്മൾ ബുക്സ് കൊടുക്കാം, നമ്മൾ പ്ലേ ബോർഡ് കൊടുക്കാം, ഇതേപോലെ കളറിങ് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം അവരൊപ്പം നമ്മൾ സംസാരിച്ച് അതെ, നമ്മൾ അവരോടൊപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ആലോചിക്കത്ത് പോലുമില്ല. നമ്മൾ കൊടുക്കാണ്ടിരുന്നാൽ മതി, പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഇല്ലല്ലേ? അല്ല ആവശ്യം.
അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ വാവച്ചിക്ക് ഏതൊക്കെ ബുക്സ് ആണ് നമ്മൾ വാങ്ങിച്ചേക്കണേന്ന്. വാവച്ചിക്ക് ആദ്യം വാങ്ങിച്ച ബുക്കാണ് ഇത്, ഒരു കുഞ്ഞു ബുക്ക്. ഇതിനകത്ത് ആപ്പിളിന്റെ മറ്റേ ഫ്രൂട്ട്സിന്റെ ഒക്കെ പിക്ചേഴ്സ് ഇല്ലേ, അതാണ് വാവച്ചിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. ഇല്ല വാവച്ചി, ഇതല്ലേ വാവച്ചിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചത് ബുക്ക് ഇത്. രണ്ടാമത് ഇത് വാവച്ചിക്ക് എത്ര വയസ്സിൽ വാങ്ങിച്ചതെന്ന് അറിയോ ഞാൻ? വാവച്ചിക്ക് ഇത് 1.5 വയസ്സോടൊപ്പം വാങ്ങിച്ചു കൊടുത്താണ്. അത് കഴിഞ്ഞ് രണ്ടാമത് വാങ്ങിച്ച ബുക്കാണിത്. ആൽഫബെറ്റ്സ് ഒക്കെ ഉള്ള ബുക്സ് ആണ് കേട്ടോ. അപ്പം ഇതും അതേപോലെ വാവച്ചി പഠിച്ച് വരച്ച് വച്ചേക്കുന്ന സംഭവങ്ങളാണ്. കാണിച്ച് അതിൽ ഷേപ്സ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, ആൽഫബെറ്റ്സ് ഉണ്ട്, അങ്ങനെ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പിള്ളേരിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കത് മൈൻഡിൽ കിട്ടിക്കോളും അല്ലേ? അങ്ങനത്തെ കുറെ ബുക്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കളറിങ് ബുക്സ് ആണ് വാവച്ചിക്ക് അടുത്തത്. ഇത് കളർ ചെയ്യാനായിട്ടുള്ള ബുക്സ് അല്ലേ? കാണിക്കേ. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഫോണിന്റെ ഉപയോഗം നമുക്ക്. അതെ. അടുത്ത് പിന്നെ വാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സ്റ്റിക്കർ ബുക്ക്. അതായത് ഇങ്ങനെ സ്റ്റിക്കർ ബുക്ക് കിട്ടും കേട്ടോ. നമ്മ കാണിക്കട്ടെ പൊന്നെ. ഇങ്ങനെ സ്റ്റിക്കർ, അതെ ഇങ്ങനെ സ്റ്റിക്കർ ബുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അപ്പുറത്തുനിന്ന് സ്റ്റിക്കർ പറിച്ചിട്ട് ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പം അത് അവരവിടെ ഇരുന്ന് സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കുമ്പോൾ തന്നെ അവരതിൻ്റെ സമയം പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാം. കണ്ടോ, അവിടെ കുറേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഈ സ്റ്റിക്കറൊക്കെ എടുത്തിട്ടാണ് അവർ സ്റ്റിക്ക് ചെയ്യുന്നത്. ആഴ്ചക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ? ഫ്രൂട്ട്സിന്റെ ആണോ, വെജിറ്റബിൾസിന്റെ ആണോ, ആക്ടിവിറ്റി ബുക്കാണോ, സ്റ്റിക്കർ ബുക്കാണോ? ഏതാണ്? സ്റ്റിക്കർ ബുക്ക്. പിന്നെ അടുത്തത് ആവശ്യം കാണിച്ചു കൊടുത്തേക്കുന്ന ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ. അപ്പം അതെ. പിന്നെ അടുത്ത ആക്ടിവിറ്റി ബുക്കിൽ എന്തൊക്കെയാ കാണിക്കണമെന്ന് വെച്ചാൽ ഉണ്ടോ, ഇങ്ങനെ കുറെ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഒന്നാമത്തെ കളർ ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് കേട്ടോ. നോക്കട്ടെ, കാണിക്കട്ടെ. എന്നപ്പാ കാണിക്കും. വാവച്ചിക്ക് ഡെയിലി ഇങ്ങനെ ഏതെങ്കിലും ബുക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയും. വാവച്ചിയുടെ സമയത്ത് വാവച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ വാവച്ചിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ബുക്കൊക്കെ എടുത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പം അവർ കൂടി ചെയ്തോളും. അപ്പം അവർക്കൊരു നല്ലൊരു ശീലമായി മാറിക്കോളും. അപ്പം നമുക്ക് ഫോണിൻ്റെ ഉപയോഗം അവിടെയും വേണ്ട. ഉണ്ടല്ലോ വാവച്ചി ഈവനിങ് സമയമാകുമ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂറെങ്കിലും പുറത്തു പോയി കളിക്കും കേട്ടോ. കാരണം ഈവനിങ് സമയത്ത് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരും. ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പം പിള്ളേരുടെ കൂടെ ഭയങ്കര കളി കളിക്കും, ഓടിക്കളിക്കും, സാറ്റ് കളിക്കും, അങ്ങനെ എന്തൊക്കെയോ കളിയുണ്ട് അവർക്ക്. അപ്പം അങ്ങനെയൊക്കെ കളിക്കും. അപ്പം ഈ സമയത്താണ് പിള്ളേർ നന്നായിട്ട് ഓടിക്കളിക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ആ സമയം അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. അപ്പം അതൊക്കെ ഫോണിൻ്റെ ഉപയോഗം അവർ നന്നായിട്ട് കുറയ്ക്കും. നമ്മളും ഇതേപോലെ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ കുട്ടിക്കാലത്ത്? നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പിള്ളേരോടൊപ്പം കളി, പിന്നെ നമ്മൾ ഇതേപോലെ കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല നമ്മൾ വളർന്നത്. അതേപോലെ നമ്മളും നമ്മുടെ പിള്ളേരെ വളർത്താം. അത് മാത്രമല്ല, ഞാൻ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ ഞാൻ കോളേജ് എത്തിയതിനു ശേഷമാണ്. അതും ഞാൻ ഹോസ്റ്റലിൽ പോയതുകൊണ്ട് മാത്രം എനിക്ക് ഫോൺ കിട്ടി. ഇപ്പം എങ്ങാനും ഫോൺ വീട്ടിൽ ഇരുന്ന് കോളേജിൽ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പോഴും കിട്ടത്തില്ലായിരുന്നു. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് വിളിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം എനിക്ക് ഫോൺ കിട്ടിയതാണ്. അപ്പം അങ്ങനെ അവരും വളരട്ടെ. അപ്പം അവർക്കും ഇഷ്ടംപോലെ നല്ല നല്ല സമയം കിട്ടും ഈ ഫോൺ ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുമ്പോൾ. പിള്ളേരോട് കളിക്കാം, അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു പേരന്റിങ് ടിപ്പായിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം ഷെയറും കമൻറ്റും എല്ലാം തരണം അല്ലേ നമുക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലേക്ക് ബൈ ബൈ. പാത്രം കഴുകാൻ പോവാ? ഓ, പെയിന്റിങ്ങിന്റെ പാത്രമാണോ? അതാണ് കഴുകുന്നത്, വെള്ളം ഒഴിക്കാൻ, ടച്ച് ചെയ്യാനായിട്ട്. ബ്രഷ് എടുക്കാനാണോ മോൻ കഴുകാൻ പോകുന്നേ? എന്തുവാ? ഓക്കെ പെയിന്റ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം ട്ടാ.